അറേഞ്ച് ചെയ്യാമെന്ന്. അതിന് വേണ്ടിയിട്ട് സാർ ഇത്രയും എഫർട്ട് എടുത്ത് ഞങ്ങൾക്കൊരു ക്ലാസ് അറേഞ്ച് ചെയ്തതിനും ഇത്രയും നല്ലൊരു ക്ലാസ് ഗൗരവ് സാർ ഞങ്ങൾക്ക് നൽകിയതിനും ഞങ്ങളുടെ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുന്നു. ശരിക്കും ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളൊരു ബിസിനസ് മൈൻഡ് തന്നെയാണ് നോക്കുന്നത്. ശരിക്കും ഇപ്പോഴാണ് നമ്മുടെ ഒരു ഐഡിയ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ സാർ പറഞ്ഞതുപോലെ നമുക്ക് നിലനിൽക്കും. ആ ഒരു തിരിച്ചറിവുണ്ടായി എന്നുള്ളതാണ്. വലിയ പ്രോജക്റ്റുകളൊന്നും ഒരുപാട് നടത്തിയിട്ടില്ല. ഓരോ സമയത്ത് സർക്കാർ ഇങ്ങനെ ഓരോ പ്രോജക്റ്റുകൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി പശു വളർത്തൽ, കോഴി വളർത്തൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഒരു 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ഒരു പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കും. അത് ആ ഫണ്ട് സർക്കാർ അനുവദിക്കും. നമ്മൾ അത് വെച്ച് ലോണ് കൊടുക്കാനാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലോൺ കൊടുക്കുന്നത് അവിടെ വെച്ച് തന്നെ അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഇൻകം ജനറേറ്റുള്ള ഒരു പ്രോജക്റ്റ് ഞങ്ങൾക്ക് വരെ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അജയ് സ്കീമിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പം ഇതുവരെ നടത്തുന്നത് വ്യത്യസ്തമായ ഒരു ഇൻകം ജനറേറ്റിംഗ് വേണം അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റ് അന്വേഷിച്ചാണ് നമ്മളിങ്ങനെ സാറിനെ കണ്ട് സംസാരിച്ചതും. അപ്പം ഇതിൽ ക്ലാസ് അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ ഇവിടെ വന്ന് ക്ലാസ് കേട്ടപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സാർ ഒരു സൈക്കിൾ വെച്ച് ചെയ്തപ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ ഒരുപാട് പ്രോജക്റ്റുകൾ മനസ്സിലിങ്ങനെ ചിന്തിച്ചു. അതിനുവേണ്ടി സൊസൈറ്റി പോയിട്ട് പ്രസിഡന്റ് കൂടെ ഉണ്ട് ആലോചിച്ച് ഞങ്ങളിവിടെ കേട്ട കാര്യങ്ങൾ പ്രസിഡന്റ് പറഞ്ഞു. ആ ഒരു ഐഡിയയിൽ ഇൻകം ജനറേറ്റിംഗ് ഒരു പ്രോജക്റ്റ് നടത്തുന്നതിന് ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്ലാസ് തന്ന സാറിന് സംഘടിപ്പിച്ച് തന്നതിന് സാറിനോട് പറഞ്ഞു. നമ്മളിപ്പം പുതിയൊരു പദ്ധതിയെ രൂപീകരിക്കണം എന്നൊരു തീരുമാനം ഇന്നത്തെ ക്ലാസ്സിലാണ് നമുക്ക് മനസ്സിലായത്. ഇതിനു മുന്നേ ഇത്രയും നല്ലൊരു ഇത് കിട്ടിയിട്ടില്ല നമുക്ക്. ഞാൻ കഴിഞ്ഞ ഭരണസമിതിയിലുണ്ടായിരുന്ന ആളാണ്. എന്നാൽ പോലും നമുക്കിങ്ങനെ ഒരു അറിവ് കിട്ടാത്തതിൻ്റെ കാരണത്തിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസവും സൊസൈറ്റിയിൽ പോയിട്ട് ഞാൻ സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. നമുക്കൊരു പ്രോജക്റ്റ് തയ്യാറാക്കണം, ഇങ്ങനെ പോയാൽ പറ്റില്ല, ഈ സംഘം ഇങ്ങനെ കൊണ്ടുപോയാൽ പറ്റില്ല, നല്ലൊരു ആക്റ്റീവായിട്ട് വരണം എന്നുള്ളത് നമുക്ക് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. നമ്മളൊരു സംഘം ഉണ്ടെന്ന് തന്നെ കണ്ടുവന്ന് കാണണമെന്നൊക്കെ ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞത്. അപ്പോഴാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞ ഒരു ഇതുണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ട്, നമുക്ക് അതിൽ പങ്കെടുത്ത് നമുക്ക് അവിടെ നിന്നും കിട്ടുന്ന അതോടുകൂടി നമുക്ക് ഈ സംഘം മുൻനിർത്തി കൊണ്ടുപോകണം എന്നുള്ളത് സെക്രട്ടറി പറഞ്ഞു. നല്ലൊരു ക്ലാസ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. ഇനിയും ഇതിൽ നിന്നും മെച്ചോറിറ്റിയായ വിഷയങ്ങൾ തന്നെ നമുക്ക് നമ്മളെ സഹായിക്കും എന്നുള്ള പ്രതീക്ഷ കൂടി ഈ വേദിക്ക് എനിക്ക് കഴിഞ്ഞു എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുത്ത് തന്ന സാറിനെ പ്രത്യേകം അഭിനന്ദനം അറിയിച്ചുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രോജക്റ്റ് തയ്യാറാക്കാൻ ഇവിടെ ഒരു പ്രോജക്റ്റ് ഓഫീസ് മുൻകൈ എടുത്ത സാറിനെയും മേഡത്തെയും സ്റ്റാഫുകളെല്ലാവരെയും അഭിനന്ദനം അറിയിച്ചു. വെള്ളനാട് പട്ടിക സർവീസ് സംഘത്തിലെ സെക്രട്ടറിയാണ് ഞാൻ. ICMൽ വരെ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. പ്രോജക്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടും മറ്റും. ഇന്നത്തെ ക്ലാസ്സും അതിന് തികച്ചും വ്യത്യസ്തമായ രാവിലെ മുതൽ വൈകുന്നേരം വരെ സാറ് ക്ലാസ് എടുക്കുകയും അത് വളരെ ലളിതമായ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ ശരിക്കും പറഞ്ഞാൽ പ്രോജക്റ്റ് തരേണ്ട സ്കെൽറ്റൻ അതിന് മജ്ജയും മാംസമൊക്കെ നിറച്ച് നമ്മളത് തയ്യാറാക്കേണ്ട ഒരു ചുമതല മാത്രമേ നമുക്കുള്ളൂ. നമ്മളെപ്പോഴും പറയുന്നത് ട്രെയിനിങ് പ്രോഗ്രാം നീഡ് ബേസ്ഡ് ആണെന്ന് പറയും. ഇതാണ് നീഡ് ബേസ്ഡ് ആയിട്ട്. ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത ഒരു ദിവസം മാത്രമേ ഉള്ളൂ എങ്കിലും ഈ വർക്ക്ഷോപ്പ് ഒരു ബെനിഫിഷ്യറിയുടെ ആവശ്യം നോക്കിക്കൊണ്ടുള്ള പ്രോഗ്രാമാണ്. ആരാ ബെനിഫിഷ്യറി അല്ലേ? നിങ്ങളുടെ ആവശ്യം തരുന്ന ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാറുണ്ട്, പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാറുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിന് അല്ലെങ്കിൽ തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം എന്നാണ് ഈ ആവേശം നിലനിർത്തേണ്ട ആവശ്യം. അതാണ് അത് മാർച്ച് 31 ഉള്ളിൽ സബ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ, അത് സബ്മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുന്നുണ്ടാവും. പക്ഷേ അതിനുശേഷം അത് ആ പ്രൊജക്റ്റിനെ റിയലൈസ് ചെയ്യുന്ന അല്ലേ സാക്ഷാത്കരിക്കുന്ന ഒരു വലിയ എഫർട്ട് കൂടി ബാക്കിയിട്ടാണ്. അതുവരെയും പിന്നെയോ ആ പ്രൊജക്റ്റ് ഒരു ടേക്ക് ഓഫ് വരെ എത്തി അല്ലേ, അത് പിന്നെ എങ്ങനെ സ്വയം പറക്കുന്ന അതിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ നല്ല എഫർട്ട് ആവശ്യമുണ്ടാകുന്നതാണ്.